ഒരു മാസം കഴിഞ്ഞ് താജ്മഹൽ പാലസ്, മുംബൈ. അതേ റൂഫ് ടോപ്പ്, അതേ കടൽ, അതേ ആകാശം. പക്ഷെ ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന സന്തോഷം മാത്രം. റൂഫ് ടോപ്പ് മുഴുവൻ മുല്ലപ്പൂ, റോസാപ്പൂ, വിളക്കുകൾ എന്നിവ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. മുംബൈയിലെ എല്ലാ VIP കളും, ബിസിനസ് ടൈക്കൂൺസ്, മിനിസ്റ്റേഴ്സ്, ആക്ടേഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട് അഗ്നിദേവിൻ്റെ കല്യാണത്തിന്. മണ്ഡപത്തിൻ്റെ നടുവിൽ അഗ്നി, വെള്ളയും ഗോൾഡും കലർന്ന ഷെർവാണി, കഴുത്തിൽ സ്വർണമാല, നെറ്റിയിൽ ചന്ദനം. ഇപ്പോൾ അവൻ ഒരു രാജാവിനെ പോലെ. ഇപ്പോൾ അവൻ്റെ കണ്ണിൽ പ്രണയം മാത്രം. മേളം മുഴങ്ങി. എല്ലാവരും എഴുന്നേറ്റു നിന്നു. എന്തിനാന്നല്ലേ? പെണ്ണിനെ സ്വീകരിക്കാൻ. ഡോർ തുറന്ന് നച്ചു വന്നു. ചുവപ്പ് ബനാറസി സാരി, ഗോൾഡ് ബോർഡർ, കഴുത്തിൽ അഗ്നി കൊടുത്ത ഡയമണ്ട് നെക്ലസ്, കാതിൽ ജിമുക്ക, നെറ്റിയിൽ ചെറിയ കല്ലുപൊട്ട്, മുടി അഴിച്ചിട്ട് അതിൽ മുല്ലപ്പൂ ചൂടിയിട്ടുണ്ട്. അവൾ അവന് നേരെ നടന്നു വന്നു, ഒരു മഹാറാണിയെപ്പോലെ. അവളുടെ കണ്ണ് അഗ്നിയിൽ മാത്രമായിരുന്നു. അവരുടെ നിൽപ്പ് കണ്ട് സുമതിയമ്മയുടെ കണ്ണ് നിറഞ്ഞു. എൻ്റെ മോൻ, എൻ്റെ മോൾ, ദൈവമേ എൻ്റെ കുഞ്ഞുങ്ങളെ കാത്തോണേ, അവർ മനസ്സാൽ പ്രാർത്ഥിച്ചു. നച്ചു വന്ന് അഗ്നിയുടെ അടുത്ത് നിന്നു. അവൻ അവളെ നോക്കി. കണ്ണിൽ വല്ലാത്തൊരു തിളക്കം. ആശിച്ചത് നേടിയതിലുള്ള സന്തോഷം, അവളോടുള്ള പ്രണയം. അവൾ അവനെ നോക്കി മനോഹരമായി പുഞ്ചിരി തൂകി. അവൾ അവൻ്റെ കയ്യിൽ കോർത്തു പിടിച്ചു. വിക്രം, സെക്യൂരിറ്റി എല്ലാവരും കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണ് അവരുടെ ബോസിൻ്റെ സന്തോഷം. ഇത്രയും സന്തോഷത്തിൽ അവനെ ഒരിക്കലും കണ്ടിട്ടില്ലെന്ന് വിക്രം ഓർത്തു. അവൻ്റെ ഉള്ളിൽ അഗ്നിയുടെ ഡെവിൽ രൂപം ഓടി വന്നു. ഛേ, പൊയ്ക്കോ അവിടുന്ന്, എൻ്റെ ബോസിപ്പോൾ റൊമാൻറ്റിക് ഹീറോയാണ്, അവൻ സ്വയം പറഞ്ഞു ചിരിച്ചു. ദേവേട്ടാ, മന്ത്രിക്കും പോലെ നച്ചു അവനെ വിളിച്ചു. അവൻ അവളെ കണ്ണിൽ പ്രണയം നിറച്ചു നോക്കി. ഐ ലവ് യു. അവൾ മെല്ലെ ചുണ്ടുകൾ അനക്കി. അവൻ ചുണ്ടുകൾ കൂർപ്പിച്ച് ഉമ്മ എന്ന് കാണിച്ചു. അവൾ ഞെട്ടി ചുറ്റും നോക്കി. ഞാൻ കണ്ടു, മീര പെട്ടെന്ന് പറഞ്ഞു. ആ, നീ കാണും. ഞങ്ങളുടെ പിന്നാലെ CCTV പോലെ നടപ്പല്ലേ പെണ്ണെ നിന്റെ പണി. നച്ചുമെല്ലെ അവളുടെ കാതിൽ പറഞ്ഞു. അതെ ചേച്ചി, എനിക്ക് അഗ്നിയേട്ടനെ പോലെ തന്നെ ഒരാളെ മതിട്ടോ. സമയം പോലെ അഗ്നിയേട്ടനോടൊന്ന് പറഞ്ഞേക്ക്, ഒരാളെ കണ്ടുപിടിക്കാൻ. എടി പെണ്ണേ. അയ്യോ എൻ്റെ പൊന്ന് ചേച്ചി, സ്ഥിരം പല്ലവിയാണേ വേണ്ട കേട്ടോ, കേട്ട് കേട്ട് മടുത്തു. എന്ത്? അവൾ പുരികം പൊക്കി. മുട്ടയെന്ന് വിരിഞ്ഞില്ലല്ലോ എന്ന ഡയലോഗേ. ഇവളെ ഞാനിന്ന്. നച്ചു അവളുടെ കാതിൽ മെല്ലെ പിടിച്ചു. ആ വീട്ടു ചേച്ചി, വീട്ടിലേതേ ഞാൻ അഗ്നിയേട്ടനെ കൊണ്ട് വേറെ കെട്ടിക്കും. ആഹാ, എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ നിന്നെ ഞാനിന്ന്. അയ്യോ എൻ്റെ അമ്മോ. മീര മണ്ഡപത്തിൽ നിന്നും ചാടി ഇറങ്ങി ഓടിക്കഴിഞ്ഞു. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. മണ്ഡപത്തിൽ വധൂവരന്മാർ മാത്രം മതി, മറ്റുള്ളവർ ഇറങ്ങിക്കോളൂ. പൂജാരിയുടെ വാക്കുകൾ കേട്ട് എല്ലാവരും ഹാളിലേക്ക് ഇറങ്ങി നിന്നു. അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന തൻ്റെ പെണ്ണിനെ നോക്കിയതും അഗ്നിക്ക് അവൾക്കൊരു ഉമ്മ കൊടുക്കാൻ ആഗ്രഹം. അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് തന്നോടങ്ങ് ചേർത്തു. അവൾ ഞെട്ടലോടവനെ നോക്കി. പിന്നെ നിറഞ്ഞു നിൽക്കുന്ന സദസ്സിലേക്കും. അവളുടെ കണ്ണിലെ പകപ്പ് കണ്ടതും അഗ്നി അവളുടെ കാതിൽ മെല്ലെ പറഞ്ഞു. ആരൊക്കെ നിന്നാലും ഈ പെണ്ണിൻ്റെ കണ്ണുകൾ എന്നിൽ മാത്രമായിരിക്കണം. അവളുടെ ചുണ്ടിൽ അവൻ അമർത്തിമുത്തി. അവൾ നാണത്തോടെ കണ്ണുകൾ അടച്ചു നിന്നു. നിമിഷങ്ങൾ കടന്നുപോയി. പൂജാരി മന്ത്രം ചൊല്ലിത്തുടങ്ങി. അഗ്നിയുടെ നേർക്ക് പൂജാരി നീട്ടിയ താലിച്ചരട് വാങ്ങി അവൻ അവളുടെ നേർക്ക് തിരിഞ്ഞു. നച്ചു, എൻ്റെ പ്രാണൻ്റെ അവസാന തുടിപ്പ് വരെയും നിന്നെ എൻ്റെ നെഞ്ചിൽ വച്ച് കാത്തോളാം ഞാൻ. അവനത് പറയുമ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു തുടങ്ങി. അവൻ താലി നീട്ടിയതും അവൾ പ്രാർത്ഥനയോടെ കൈകൾ കൂപ്പി അവനു മുന്നിൽ തല കുനിച്ചു കൊടുത്തു.
അഗ്നി നച്ചുവിൻ്റെ കഴുത്തിൽ താലി കെട്ടി 3 കെട്ട്. ഓരോ കെട്ടിലും അവൻ മനസ്സുകൊണ്ട് ഓരോ ശപഥം ചെയ്തു. പിന്നെ അവളുടെ നെറ്റിയിൽ അവൻ കുങ്കുമം തൊട്ടു. അവളുടെ കൈ പിടിച്ച് അഗ്നിസാക്ഷി വലം വച്ചു. അതിനുശേഷം അവൻ അവളെ കൈകളിലെടുത്തുകൊണ്ട് അഗ്നിക്ക് വലം വച്ചു. ഈ കടൽ സാക്ഷി, ഈ ആകാശം സാക്ഷി, ഈ മുംബൈ നഗരം സാക്ഷി, ഞാൻ അഗ്നിദേവ് റായ്ചന്ദ് നച്ചുവിനെ എൻ്റെ ഭാര്യയായി, എൻ്റെ ജീവനായി, എൻ്റെ എല്ലാമെല്ലാമായി സ്വീകരിക്കുന്നു. ഈ ജന്മം മാത്രമല്ല, ഇനിയുള്ള എല്ലാ ജന്മവും. അവൻ എല്ലാവരും കേൾക്കെ ഉറക്കെ പറഞ്ഞു. നച്ചു അവൻ്റെ കണ്ണിൽ നോക്കി. ദേവേട്ടാ, ഞാനും ഈ ജന്മം മാത്രമല്ല, ഇനിയുള്ള എല്ലാ ജന്മവും ദേവേട്ടൻ്റെയാണ്, ദേവേട്ടൻ്റെ മാത്രം. ഫയർ വർക്ക്സ് തുടങ്ങി. ആകാശം മുഴുവൻ വർണ്ണങ്ങൾ കൊണ്ട് നിറഞ്ഞു. താഴെ നഗരം മുഴുവൻ അത് നോക്കി നിന്നു. ഇന്ന് മുംബൈയുടെ കിങ് തൻ്റെ ക്വീനെ സ്വന്തമാക്കി. അഗ്നി നച്ചുവിനെ ചേർത്ത് പിടിച്ചു. അവളുടെ നെറ്റിയിൽ ഉമ്മ വച്ചു. നച്ചു. അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി. ദേവേട്ടാ, ലവ് യു. വിവിധ തരം ഫുഡുണ്ടായിരുന്നു. കേരള സ്റ്റൈൽ മുതൽ ചൈനീസ്, ഇറ്റാലിയൻ എന്ന് വേണ്ട ഫേമസ് ഫുഡുകളുടെ പെരുമഴ തന്നെയായിരുന്നു. പരസ്പരം മൂട്ടിയാണ് അവർ കഴിച്ചത്. റിസപ്ഷൻ, ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് അവർ തിരികെ എത്തി. അമ്മ തന്നെ ആരതി ഒഴിഞ്ഞു അവരെ അകത്തേക്ക് കയറ്റി. പിന്നെയുള്ള ചടങ്ങുകൾ കഴിഞ്ഞതും അഗ്നി റൂമിലേക്ക് പോകാൻ തുടങ്ങി. അഗ്നിയേട്ടാ, അങ്ങനെ അങ്ങ് പോയാലോ? നമുക്ക് ഹണിമൂൺ എവിടെയാണെന്ന് പ്ലാൻ ചെയ്യണ്ടേ? കുഞ്ഞു വായിലെ വലിയ വർത്തമാനം കേട്ടതും സുമതിയമ്മ കാറ്റുപോയ ബലൂൺ പോലെയായി. അവർ ദയനീയമായി അഗ്നിയെ നോക്കി. നച്ചു അവളെ നോക്കി കണ്ണുരുട്ടി പേടിപ്പിച്ചു. ഇവിടിപ്പോ കാര്യങ്ങൾ മടികൂടാതെ ചോദിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ചോദിച്ചതാ. എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? എടി കുരുപ്പേ, നിന്നെ ഞാൻ. സാരിയും പൊക്കി നച്ചു അവളെ അടിക്കാനായി കൈ ഓങ്ങി. അതോടെ മീര ഓട്ടം തുടങ്ങി. നച്ചു അവളുടെ പിന്നാലെയും. എൻ്റെ ഈശ്വരാ, ഇതുങ്ങളെ കൊണ്ട് തോറ്റു. അഗ്നി ഒരു പുഞ്ചിരിയോടെ റൂമിലേക്ക് നടന്നു. അവൻ വേഷം മാറി ബാത്റൂമിൽ കയറി. ബാത്ത് ടബിൽ ഇറങ്ങിക്കിടക്കുമ്പോൾ അവൻ്റെ നെഞ്ചിൽ വല്ലാത്തൊരു തണുപ്പ്. അവൻ കണ്ണുകൾ അടച്ചു പിടിച്ച് കിടന്നു. അവൻ്റെ ഉള്ളിൽ നച്ചു ഒരു നക്ഷത്രമായി ഉദിച്ചു. നച്ചു മീരയുടെ പിന്നാലെയുള്ള ഓട്ടം അവസാനിപ്പിച്ച് മുകളിലേക്ക് കയറാൻ തുടങ്ങി. മോളെ, അമ്മയുടെ വിളി. എന്താ അമ്മേ? മോളെ, ശാന്തി മുഹൂർത്തത്തിനുള്ള സമയമായിട്ടില്ല. അതിനെന്താ അമ്മേ, ഞാനൊന്ന് ഫ്രഷായി ഇറങ്ങി വരാം. അതല്ല മോളെ, അതിനിനിയും 2 ദിവസമുണ്ട്. ആഹാ, അത്രേ ഉള്ളോ? പേടിപ്പിച്ച് കളഞ്ഞല്ലോ അമ്മേ. അതിനൊക്കെ ഒരുപാട് സമയം കിടക്കുമല്ലേ? അങ്ങനല്ല, 2 ദിവസം കഴിയുമ്പോൾ നടക്കേണ്ടത് നടക്കണം. ഞാൻ നോക്കിയിരുന്നു. ബെസ്റ്റ്. അവൾ ചിരിയോടെ തലയാട്ടി റൂമിലേക്ക് നടന്നു. ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം കവടിയല്ല, മഴയാണ് തീരുമാനിക്കുന്നതെന്ന് ഈ പാവത്തിന് അറിയില്ലല്ലോ. ചുണ്ടിൽ മൂളിപ്പാട്ടുമായി റൂമിൻ്റെ വാതിൽ വരെയും എത്തിയ അവൾക്ക് റൂമിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ എങ്ങു നിന്നോ ഒരു വെപ്രാളം നെഞ്ചിലുരുണ്ടുകൂടി. നച്ചു, ഇപ്പം എന്തിനാ ഇത്രയും നാണം? കാവടി തുള്ളി വന്നതല്ലേ, കയറിപ്പോ പെണ്ണേ. നീ ആദ്യമായി കാണുന്ന ആളൊന്നും അല്ലല്ലോ, നിന്റെ ദേവേട്ടൻ തന്നെയല്ലേ. അവളുടെ മനസ്സങ്ങോട്ട് പുഷ് ചെയ്തതും അവൾ അകത്തേക്ക് മെല്ലെ തലയിട്ടു. എവിടെ പോയി ഡെവിൾ? അവൾ പെട്ടെന്ന് നാക്ക് കടിച്ചു. ഇത്തിരി കൂടുന്നുണ്ട് നിനക്ക്. അവൾ മെല്ലെ പൂച്ചയെ പോലെ പതുങ്ങി അകത്തേക്ക് കയറി. അവളുടെ കണ്ണുകൾ റൂം മുഴുവൻ പാഞ്ഞു. റൂമൊന്നും അലങ്കരിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ അല്ല ഫസ്റ്റ് നൈറ്റ്. എൻ്റെ ദേവേട്ടന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ട്. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. ഈ നച്ചു അല്ലേ ദേവേട്ടൻ്റെ ജീവൻ. അവൾ ഗ്ലാസിനടുത്തേക്ക് നടന്നു. അവിടെ നിന്നും കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലിലേക്ക് നോക്കി. ഇപ്പം കടലിന് നീല നിറമാണ്, തെളിഞ്ഞ ആകാശം പോൽ അവളുടെ മനസ്സുപോലെ. അവൾ അങ്ങനെ നിൽക്കുമ്പോൾ തണുത്ത 2 കരങ്ങൾ വയറിനെ ചുറ്റി. അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു.
സാരിയുടെ വിടവിലൂടെ വയറ്റിൽ കരതലം അമർന്നു. ഒപ്പം അവൻ്റെ ചുണ്ട് പിൻകഴുത്തിൽ അമർന്നു. അവളൊന്ന് വിറച്ചു. ദേവേട്ടാ, വിറയലോടെ അവൾ വിളിച്ചു. അവൻ്റെ ചുണ്ടുകൾ അവിടുന്ന് കാതിലേക്ക്. അവൻ്റെ ചുണ്ടുകൾ അവിടെ പതിയുമ്പോൾ അവളുടെ ശരീരം കോരിത്തരിച്ചു. അവളുടെ കൈകൾ ഗ്ലാസ്സിൽ അമർന്നു. അവൻ മെല്ലെ കാതു നുണഞ്ഞു. ഒപ്പം ഒരു കൈകൊണ്ട് അവളുടെ മുടി സൈഡിലേക്ക് മാറ്റി. ബ്ലൗസിൻ്റെ കെട്ടിലൂടെ വിരൽ ഓടിച്ചു. ദേവേട്ടാ. ഇപ്പോൾ അവളുടെ ശബ്ദം കാറ്റ് പോലെ പതിഞ്ഞിരുന്നു. അവനൊന്ന് മൂളിക്കൊണ്ട് ഷോൾഡറിലേക്ക് നീങ്ങി. ഒപ്പം വിരൽ വള്ളിയുടെ കെട്ട് പൊട്ടിച്ചു. അവൻ്റെ മുഖം പിൻ ഷോൾഡറിൽ ഉരസി. ഒപ്പം അവൻ്റെ പല്ലുകൾ മൃദുവായി അമർന്നു. അവൾ എരിവ് വലിച്ചു. അവൻ പെട്ടെന്ന് അവിടം നുണഞ്ഞെടുത്തു. അവളുടെ രക്തയോട്ടം കൂടി. അവൻ ഷോൾഡറിലെ പിൻ വിടുവിച്ചു. അവളുടെ നെഞ്ച് ഒന്ന് കിടുങ്ങി. അവൻ അവളെ തിരിച്ചു. ഒപ്പം തന്നെ മുഖം ഷോൾഡറിലൂടെ ഇഴച്ച് കഴുത്തിൽ വന്ന് നിന്നു. ദേവേട്ടാ. അവളുടെ കൈ അവളുടെ ഷോൾഡറിൽ. നച്ചു. അവൻ മുഖമുയർത്തി. അവളുടെ മുഖം കയ്യിലെടുത്തു. ബാത്റൂബ് മാത്രം ചുറ്റി മുന്നിൽ നിൽക്കുന്ന അവനിൽ പ്രണയഭാവം. ഇന്നത്തെ ദിവസം എനിക്കെന്ത് സ്പെഷ്യലാണെന്ന് അറിയോടാ? അവളുടെ പിടച്ച മിഴികളിൽ നോക്കി അവൻ ചോദിച്ചു. അവൻ്റെ കൈ ഷോൾഡറിലെ സാരിത്തലപ്പിൽ അമർന്നു. ഈ വേഷം, ഈ ജുവലേഴ്സൊക്കെ കൊണ്ട് എൻ്റെ കുഞ്ഞൻ വല്ലാതെ ക്ഷീണിച്ചു അല്ലേ? അവൻ അവളുടെ കാതിൽ കിടന്ന വലിയ ജിമുക്ക മെല്ലെ തഴുകി. ഇതിൽ എൻ്റെ കുഞ്ഞൻ്റെ മുഖം കൂടുതൽ സുന്ദരമാണ് കേട്ടോ. പക്ഷേ ഇത്രയും ഹെവി ആയുള്ളത് നമുക്ക് വേണ്ട. നമുക്കിതേ ഡിസൈനിൽ വലിപ്പം കുറഞ്ഞതൊരെണ്ണം വാങ്ങാം. പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കാതിൽ ഒന്നൂതി. അവൾ കഴുത്ത് ചെരിച്ചു. അവൻ നാവുകൊണ്ട് കാതിലൊന്ന് തഴുകി. അവൾ കുറുകിക്കൊണ്ട് അവൻ്റെ ഷോൾഡറിലെ പിടിമുറുക്കി. അവൻ മെല്ലെ അവളുടെ കാതിലെ ജിമുക്ക ഊരി. ഒപ്പം അവളുടെ കാതു നുണഞ്ഞു. അവൾ വിരലിൽ കുത്തി ഉയർന്നു. അവൻ്റെ ചുണ്ടുകൾ അടുത്ത കാതിലേക്ക് നീങ്ങി. കമ്മൽ ഊരിക്കൊണ്ട് അവൻ കൊടുക്കുന്ന മുത്തം അവളെ തരളിതയാക്കി. കഴുത്തിൽ ഓരോ മാലയും ഊരി മാറ്റിക്കൊണ്ട് അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ ഇടതടവില്ലാതെ പതിഞ്ഞുകൊണ്ടിരുന്നു. അവസാന മാല ഊരി മാറ്റുമ്പോൾ അവൻ്റെ ചുണ്ടുകൾ തൊണ്ടക്കുഴിയിൽ അമർന്നു. അവൻ അവളുടെ മുഖം കയ്യിലെടുത്തു. സിന്ദൂരം ചുവപ്പിച്ച നെറുകയിൽ വിരൽ കൊണ്ട് തഴുകി. ശേഷം ചുണ്ടുകൾ പതിപ്പിച്ചു. അവളുടെ നെറ്റിച്ചുട്ടി അഴിച്ചു മാറ്റിക്കൊണ്ട് അവൻ വിരൽ കടത്തി അവളുടെ മുടി വിതറിവിട്ടു. മുല്ലപ്പൂവാസന നിറഞ്ഞ അവളുടെ മുടിച്ചുരലിലേക്ക് അവൻ മുഖം പൂഴ്ത്തി ആഞ്ഞു ശ്വസിച്ചു. അവളുടെ മുടിയിഴകൾ മുഖത്തേക്ക് വിതറിക്കൊണ്ട് അവൻ അനങ്ങാതെ നിന്നു. അവൾ നാണത്തോടെ നിൽക്കുമ്പോൾ അവൻ്റെ മുഖമുയർന്നു. നച്ചു, ഈ സുന്ദര ചുവപ്പ് കാണുമ്പോൾ എനിക്ക് നിന്നെ സ്വന്തമാക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു നച്ചു. എൻ്റെ റിയൽ ലൈഫ് അറിയുമ്പോൾ നീ എന്നിൽ നിന്നും ഓടി അകലുമോ എന്ന് ഞാൻ ഭയന്നിരുന്നു. എന്നെയും എൻ്റെ പ്രണയത്തെയും മനസ്സിലാക്കാതെ നീ അകന്നു പോകുമോ എന്ന്. പക്ഷെ എൻ്റെ നച്ചു എന്നെ തിരിച്ചറിഞ്ഞു. എൻ്റെ പ്രണയം തിരിച്ചറിഞ്ഞു. അവൻ അവളുടെ കണ്ണുകളിൽ മെല്ലെ മൃദുവായി ചുംബിച്ചു. പിന്നെ അവളുടെ മൂക്കിൻ തുമ്പിൽ അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകളെ നോക്കി അവൻ ഷോൾഡറിലെ സാരിത്തലപ്പ് മെല്ലെ ഉയർത്തി. അവൾ അവനെ പിടച്ചിലോടെ നോക്കിയതും ആ നിമിഷം അവളുടെ ചുണ്ടിനെ കവർന്നു. അവൻ്റെ ചുണ്ടിൻ്റെ മായാലോകത്തിൽ അകപ്പെട്ട അവളുടെ കൈ അവനെ ചുറ്റി. കഴുത്തിൽ നിന്നും സാരി മാറി. ശ്വാസത്തിനനുസരിച്ച് ഉയർന്ന താഴുന്നവ അവൻ്റെ നെഞ്ചിൽ സ്പർശിച്ചു. ഒരു നിമിഷം അഗ്നിയുടെ ശരീരം ചൂടുപിടിച്ചു. ഒന്നുകൂടി അമർന്നുകൊണ്ട് അവൻ അവളുടെ ചുണ്ടിനെ നുണഞ്ഞെടുത്തു. അവളുടെ നഖം അവൻ്റെ പുറത്ത് പതിഞ്ഞു. അവൻ്റെ കൈ അരയിൽ മുറുകി. അവൾ ഉയർന്നു. അവൻ്റെ വിരൽ കളം വരച്ചു. പരതി. ആഗ്രഹിച്ചത് കിട്ടിയ സന്തോഷത്തിൽ വിരൽ ചുഴിയിലാഴ്ന്നു. അറിയാതെ അവൾ ഒന്നുയർന്നു പൊങ്ങി. വിരലുകൾ മായാജാലം തീർക്കുമ്പോൾ സാരി വിരൽ കൊണ്ടുപോയത് അവൾ അറിഞ്ഞില്ല. അവൻ അവളുടെ 2 കൈയും കൊരുത്തു പിടിച്ചു. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഗ്ലാസ്സിൽ വിടർത്തി പിടിച്ചു. അവൻ്റെ നോട്ടം മുഖത്തിന് താഴേക്ക്, കഴുത്തിലേക്ക്. പിന്നെ അവൻ്റെ നോട്ടത്തിൽ അവൾ ചൂളി. അവളുടെ മുഖം ചുവന്ന് കയറി. നച്ചൂട്ടാ, ഈ വഴി ഇവിടെ വരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ.
ഇടവഴിയെ യാത്ര ചെയ്യാൻ എനിക്ക് കൊതി തോന്നുന്നു. മുഖമിഴച്ചുകൊണ്ട് അവൻ താഴെ നിലത്തേക്ക് മുട്ടുകുത്തി. എനിക്കേ നല്ല പനിയുണ്ട്, തലവേദനയും. നിങ്ങൾ അത്രത്തോളം ആഗ്രഹിച്ചിരിക്കുമ്പോൾ എങ്ങനെയാ നിങ്ങളെ വിഷമിപ്പിക്കുക? അതുകൊണ്ടേ ശകലേ എഴുതിയുള്ളൂ, അത് തന്നെ പോസ്റ്റുമാണേ. ഒന്നും വിചാരിക്കരുത്, നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണേ. നാളെ ബാക്കിയുമായിട്ട് തിരിച്ചു വരാം.